ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ പകൽക്കാലം ധ്യാനിക്കാൻ പോണ വചനം സങ്കീർത്തനം 1, ദാവീദ് എഴുതിയ സങ്കീർത്തനം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കണം. കർത്താവിൻ്റെ വേദം നമ്മൾ അനുസരിക്കണം. ഈ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഇരിക്കണം. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും ഇരിക്കണം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കണം. കർത്താവിൻ്റെ വചനം രാപ്പകൽ വായിച്ച് ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവനക്ക് ഈ അനുഗ്രഹങ്ങൾ ഒക്കെ കിട്ടുള്ളൂ. കർത്താവിൻ്റെ വേദം അനുസരിക്കാത്ത ഒരുവനക്കും നന്മ കിട്ടില്ല. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം. എപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കണം. കുറച്ച് വേദം പഠിച്ചും കൊണ്ട് എനിക്കെല്ലാം അറിയുമെന്ന് പറഞ്ഞ് നടന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കില്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ വേദത്തിൽ, ആദ്യം എൻ്റെ രാജ്യം നീതിയും അന്വേഷിപ്പിൻ, അതിന് കൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണെന്ന് നമ്മൾ അറിയണമെങ്കിൽ കർത്താവിൻ്റെ വേദം ഫുള്ളും പഠിച്ചിരിക്കണം. ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ നമ്മൾ പഠിച്ചാൽ തന്നെ കർത്താവിൻ്റെ രാജ്യം എന്താണ്, കർത്താവിൻ്റെ നീതി എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാകുള്ളൂ. കർത്താവിൻ്റെ വേദം പഠിക്കാണ്ട് വാവ എഴുതുന്നതാണ്. കർത്താവിൻ്റെ വേദം പഠിക്കാണ്ട് നമ്മൾക്ക് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ കർത്താവിൻ്റെ വേദം പഠിച്ചാൽ തന്നെ നമ്മൾക്ക് ഈ ലോകം എന്താ, ദൈവം ആരാണ്, നീതി എന്താ, സത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ വേദം നമ്മൾ പഠിക്കാണ്ട് ദൈവത്തെ അറിയണം എനിക്ക് എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. കഷ്ടപ്പെട്ട് രാപ്പകലിരുന്ന് കർത്താവിൻ്റെ വേദം, ഈ സത്യവേദം പഠിക്കണം. ഈ സത്യവേദം ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെ പഠിച്ചാൽ തന്നെ നമ്മൾ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത് അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് നമ്മൾ ഈ വേദം കയ്യിലില്ലാണ്ട് ഒരു നിമിഷം പോലും നമ്മൾ നല്ലവരായിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വേദത്തെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ വേദത്തെ രാപ്പകൽ ധ്യാനിച്ച് കർത്താവിൻ്റെ വഴികളിൽ നമ്മൾ നടന്നാൽ നമ്മൾ ഈ ലോകത്തോട് അകപ്പെടാണ്ട് നമ്മൾ രക്ഷപ്പെടും. കർത്താവ് നമ്മളെ രക്ഷിക്കും. നമ്മൾ കർത്താവിൻ്റെ വചനം വായിക്കാണ്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഈ ലോകപ്രകാരം നടന്ന ഒരു നന്മയും നമ്മൾക്ക് കിട്ടാൻ പോണില്ല, ഒരു അനുഗ്രഹം കിട്ടാൻ പോണില്ല, ഒരു രക്ഷയും നമ്മൾ പ്രാപിക്കാൻ പോണില്ല. വേദത്തെ പഠിക്കണം, നന്നായി വേദത്തെ ധ്യാനിക്കണം. ഇവർ പറയുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ചെവി കൊടുത്ത് നടക്കരുത്. നമ്മുടെ ചെവിയും നമ്മുടെ ശ്രദ്ധയും കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കണം, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ മനസ്സോടെ കർത്താവിനെ പ്രാർത്ഥിക്കണം. പൂർണ്ണ മനസ്സോടെ വേദത്തെ വായിച്ച് രാപ്പകൽ ഹൃദയത്തിൽ ധ്യാനിക്കണം. അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ച കൃപയ്ക്കായി ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഓരോരോ ദിവസവും ദൈവവചനം പഠിക്കുന്നതും ധ്യാനിക്കുന്നതും നമ്മൾക്ക് വളരെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ലതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യും. എത്രയോ കോടികൾ നമ്മൾ കൈവച്ചിട്ട് കാര്യമില്ല, എത്രയോ ഏക്കറ സ്വത്ത് മുതൽ നമ്മൾക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. എന്തുണ്ടായിട്ടും നമ്മൾക്ക് സമാധാനം തരില്ല. നമ്മൾക്ക് സമാധാനം തരുന്നത് ഈ വേദം.
എത്ര കോടികൾ ഉണ്ടായാലും നമ്മൾ എത്ര ഭക്ഷണം കഴിക്കും ഒരു ദിവസം? 3 നേരം കഴിക്കുമോ? നാല് നേരം ഭക്ഷണം കഴിക്കും. എത്ര നേരം കഴിക്കും? നമ്മൾക്ക് ആ 3 നേരം ആഹാരം മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഒന്നും കൊണ്ടുപോകണില്ല. ഈ വേദമാണ് നമ്മുടെ ബലം, ഈ വേദമാണ് നമ്മുടെ ജീവൻ, ഈ വേദമാണ് നമ്മുടെ ശക്തി. ഈ വേദമില്ലാണ്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനിക്കും നിലനിൽക്കാൻ പറ്റില്ല. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച കർത്താവ് നമ്മളെ സമൃദ്ധിയെ അനുഗ്രഹിക്കും. ഈ വചനം ധ്യാനിക്കുവാൻ, സങ്കീർത്തനം 1 ധ്യാനിക്കുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവ് നന്ദി പറയുന്നു. ആമേൻ.